ഇൻക്വൈനൽ ഹെർണിയ. ഇൻക്വൈനൽ ഹെർണിയ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് പുറത്തേക്ക് പ്രൊട്രൂഡ് ആകുന്നു. അതായത് വീക്കായിട്ടുള്ള അബ്ഡോമിനൽ മസിൽസ് വഴി ഇൻറ്റേർണൽ ഓർഗൻസ്, ഏറ്റവും നല്ല എക്സാമ്പിൾ ഇൻറ്റസ്റ്റൈൻ പോലെയുള്ള ഓർഗൻസ് പുറത്തേക്ക് തള്ളി വരുന്നു, പ്രൊട്രൂഡ് ആകുന്നു. അതാണ് ഇൻക്വൈനൽ ഹെർണിയ. ഇത് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഇൻക്വൈനൽ കനാൽ വഴിയാണ്. ഓക്കെ, ഇൻക്വൈനൽ ഹെർണിയ ഉള്ള ആൾക്കാർക്ക് സാധാരണയായിട്ട് നല്ല വേദനയായിരിക്കും. പ്രത്യേകിച്ച് ഇവർ കഫ് ചെയ്യുന്ന സമയത്ത്, ഇവർ സ്നീസ് ചെയ്യുന്ന സമയത്ത്, ഇവർ ബെൻഡ് ചെയ്യുന്ന സമയത്ത്, ഇവർ ഹെവി ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവർക്ക് നന്നായിട്ട് വേദന എടുക്കും. ഇവർ കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ബൾജിങ് ആണ്. പ്യൂബിക് ബോണിൻ്റെ രണ്ട് സൈഡിലും ബൾജിങ് വരാം. അതുപോലെ തന്നെ ഒരു ഇച്ചി ഫീലിംഗ് ഒക്കെ വരാം. ഈ ബൾജിങ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ അപ്രൈറ്റ് പൊസിഷനിൽ നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ കഫ് ചെയ്യുമ്പം, സ്ട്രെയിൻ ചെയ്യുന്ന സമയത്തൊക്കെയാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഈ പ്രൊട്രൂഡ് ചെയ്യുന്ന ഇൻറ്റസ്റ്റൈൻ ചില സമയത്ത് ചില പേഷ്യൻസിന് അത് സ്ക്രോട്ടത്തിലേക്ക് തള്ളി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ടെസ്റ്റിക്കിൾസിലൊക്കെ വേദന എടുക്കാറുണ്ട്. എല്ലാ പേഷ്യൻസിനും അല്ല, ചില പേഷ്യൻസിന് ടെസ്റ്റിക്കിൾസിലൊക്കെ പെയിൻ എടുക്കാറുണ്ട്. ഇൻക്വൈനൽ ഹെർണിയയുടെ കോസസ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ വോളിന് അതിൻ്റെ സ്ട്രെങ്ത് കുറയുന്നത്. ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് പ്രഗ്നൻസി ടൈമിൽ കാണാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബവൽ മൂവ്മെൻറ്റിന് വേണ്ടി ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് കാണാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ജന്മനാ തന്നെ ഈ അബ്ഡോമിനൽ ബോളിന് സ്ട്രെങ്ത് കുറവാണെങ്കിലും ഇങ്ങനെ കാണാറുണ്ട്. ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത് വെയിറ്റ് മാനേജ് ചെയ്യുക, വെയിറ്റ് കൺട്രോൾ ചെയ്യുക, ഹെവി ലിഫ്റ്റിങ് അവോയ്ഡ് ചെയ്യുക, നല്ല ഫൈബറുള്ള ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രിവെൻഷൻ. ചെറിയ രീതിയിലുള്ള ഇൻക്വൈനൽ ഹെർണിയ ആണെങ്കിൽ ജസ്റ്റ് ഡോക്ടേഴ്സ് മോണിറ്റർ ചെയ്യത്തേ ഉള്ളൂ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്ന്. എന്നാൽ ഹെർണിയ കൂടി വരുവാണെങ്കിൽ സർജറി ചെയ്ത് അത് ക്ലോസ് ചെയ്യും.